നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ത്യക്കുള്ള പിഴ തീരുവ നവംബർ വരെ നീണ്ടേക്കും. ചർച്ചകൾ അതിവേഗം പുരോഗമിക്കുന്നുവെന്ന് മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വി അനന്ത നാഗേശ്വരൻ. ഫെഡ് നിരക്ക് കുറച്ചത് നേട്ടമാക്കാൻ ഇന്ത്യൻ വിപണി. റിയൽ എസ്റ്റേറ്റിനും ബോണ്ട് മാർക്കറ്റിനും ഗുണം. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാർ ഈ വർഷം. രാജ്യത്തേക്ക് കൂടുതൽ നിക്ഷേപം വരും. US ആശ്രിതത്വം കുറയ്ക്കാനും ശ്രമം. ഉഭയകക്ഷി സഹകരണം ശക്തമാക്കി ഇന്ത്യയും UAEയും. സമുദ്ര ബഹിരാകാശ മേഖലകളിൽ നിക്ഷേപവും സഹകരണവും. GST നിരക്ക് കുറയുന്നതോടെ ഫാർമ മേഖലയ്ക്കും രോഗികൾക്കും ഏറെ ആശ്വാസകരമാണ്. അതോടൊപ്പം നിയന്ത്രണമില്ലാത്ത മരുന്നുകളുടെ വില നിശ്ചയിക്കുന്നത് കൂടി സർക്കാർ ഒരു കരുതൽ വെച്ച രോഗികൾക്ക് ഏറെ ആശ്വാസകരമാകും. മരുന്നുകളുടെ GST നിരക്ക് കുറയുന്നത് ഫാർമ മേഖലയ്ക്ക് ആശ്വാസമാവും. സ്വകാര്യ മേഖലയിലും വിലക്കുറവിന് കേന്ദ്ര ഇടപെടൽ വേണം. വിശദമായ വാർത്തകൾ നോക്കാം. ഇന്ത്യൻ ഓഹരി വിപണി നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 320 പോയിന്റ് ഉയർന്ന് 83,013-ലും നിഫ്റ്റി 93 പോയിന്റ് ഉയർന്ന് 25,423-ലും ക്ലോസ് ചെയ്തു. വിശദാംശങ്ങളുമായി ബിസിനസ് ഡെസ്കിൽ നിന്നും മുഹമ്മദ് സഫ്വാൻ ചേരുന്നു. സഫ്വാൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഏതൊക്കെ സെക്ടറുകളാണ് ഇന്ന് നേട്ടം കൈവരിച്ചത്? അതെ, ഇന്ന് ക്ലോസിംഗ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിച്ചിട്ടുള്ളത് ഫാർമ സെക്ടറാണ്. ഫാർമ സെക്ടർ ഏകദേശം 1.58% ഒരു ബ്രേക്ക്ഔട്ട് ക്യാനിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. ഒരു ഇമ്പോർട്ട് ലെവലിലായിരുന്നു ഇന്നൊരു മൊമെന്റം ഷിഫ്റ്റ് ഫാർമ സെക്ടറിൽ ഫോം ചെയ്തിട്ടുള്ളത്. അതായത് ഒരു സ്മോൾ ബേസ് ബ്രേക്ക്ഔട്ട് ക്യാനിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. എക്സാക്ട് പറയുകയാണെങ്കിൽ 22,372 എന്ന ലെവലിൽ നിന്നാണ് ഒരു ബ്രേക്ക്ഔട്ട് ക്യാനിൽ ഫോം ചെയ്തിട്ടുള്ളത്. ഇനി നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിലും ഇന്ന് ലോവർ ലെവലിൽ ഒരു ഡിമാൻഡ് എടുക്കുന്ന നിഫ്റ്റിയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇന്ന് ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുള്ളത് 25,423 എന്ന ലെവലിലാണ്. കൂടാതെ ഹൈ വോളിയം ആക്ഷൻ ആണ് നിഫ്റ്റിയിൽ ഫോം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ 25,255 എന്നത് ഒരു ഹൈ ഡിമാൻഡ് സോണായി കൺസിഡർ ചെയ്യാമെന്നാണ് എക്സ്പെർട്ട് ഒപ്പീനിയൻ. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും തന്നെ നിഫ്റ്റിയെ പോലെ തന്നെ നല്ലൊരു മുന്നേറ്റം, ഏകദേശം 0.42% കുതിപ്പ് തുടരുന്ന ബാങ്ക് നിഫ്റ്റിയാണ് ഇന്ന് ഉടനീളം കാണാൻ സാധിച്ചിട്ടുള്ളത്. കൂടാതെ സ്പൈക്കിംഗ് വോളിയം ആക്ഷൻ ആണ് അവസാന മണിക്കൂറിലും നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. കറന്റ് ടെക്നിക്കലി ഒരു ഷോർട്ട് ടേം റാലി സ്റ്റേറ്റിലാണ് ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എക്സ്പെർട്സ് പറയുന്നത് 54,391 എന്ന ലെവൽ നിയർ ടേം സപ്പോർട്ടായി ഈ ഒരു മേഖലയിൽ നിന്ന് കൺസിഡർ ചെയ്യാം എന്നതാണ്. അതുപോലെ സ്മോൾ ക്യാപ്പ് ആൻഡ് മിഡ് ക്യാപ്പ് ഇൻഡെക്സുകൾ അവർ റാലി കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇന്ന് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഏകദേശം 0.29% കുതിപ്പ് തുടരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ 18,000 എന്നതൊരു ഹൈ ഡിമാൻഡ് സോണായി ആക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി മിഡ് ക്യാപ്പ് ഇൻഡെക്സിലേക്ക് നോക്കുകയാണെങ്കിൽ 0.38% മുന്നേറ്റവും കൂടാതെ ലോവർ ലെവലിലെല്ലാം മിഡ് ക്യാപ്പ് ഓഹരികളിലെല്ലാം ഡിമാൻഡ് എടുക്കുന്നതായിട്ടാണ് ഇന്നത്തെ കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇതിൽ ഹൈലൈറ്റ് ആയി പറയേണ്ടത് ഫാർമ സെക്ടറിന്റെ മുന്നേറ്റമാണ്. കൂടാതെ ഫാർമയിലെ മറ്റു പല സ്റ്റോക്സിലെല്ലാം നല്ലൊരു കുതിപ്പാണ് ഇന്ന് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ബയോകോണിലെല്ലാം ലോവർ ലെവലിൽ നിന്നാണ് ഒരു ബ്രേക്ക്ഔട്ട് ക്യാനിൽ ഫോം ചെയ്തിട്ടുള്ളത്. അതായത് സ്ട്രോങ് പോക്കറ്റ് പിവറ്റ് വോളിയം ബേസ്ഡ് ഒരു ബോക്സ് ബ്രേക്ക്ഔട്ടാണ് കറന്റ് ഫോം ചെയ്തിട്ടുള്ളത്, അതും ഹൈ ഡിമാൻഡ് സോണിൽ നിന്ന്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഫാർമ സെക്ടറിൽ ഒരു കുതിപ്പ് തുടരാനുള്ള ഒരു പോസിബിലിറ്റീസ് ആണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നു. വിശദാംശങ്ങൾ നൽകിയത് ബിസിനസ് ഡെസ്കിൽ നിന്നും മുഹമ്മദ് സഫ്വാനാണ്. മറ്റു വാർത്തകളിലേക്ക് പോകാം. ഇന്ത്യക്കുള്ള പിഴ തീരുവ നവംബർ വരെ നീളുമെന്ന് മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ്. ചർച്ചകൾ അതിവേഗം പുരോഗമിക്കുന്നുവെന്നും വി അനന്ത നാഗേശ്വരൻ. കൊൽക്കത്തയിൽ ഭാരത് ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ പ്രസ്താവന. നിലവിലെ ചർച്ചകളിലെ പുരോഗതി അനുസരിച്ച് തീരുവ വിഷയം പരിഹരിക്കപ്പെടുമെന്നാണ് വ്യക്തമാക്കുന്നത്. നവംബർ 30 കരുതുന്ന സമയപരിധി. 50% തീരുവ എന്നത് അപ്രതീക്ഷിതമായിരുന്നു. ഇന്ത്യ US ബന്ധം വഷളായത് ആശങ്കയ്ക്കും ഇടയാക്കി. എന്നാൽ കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ഇരു രാജ്യങ്ങൾക്കുമിടയിലുണ്ടായ മഞ്ഞുരുകൽ പ്രതീക്ഷയാണ് നൽകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റഷ്യൻ എണ്ണ വിഷയത്തിൽ ഏർപ്പെടുത്തി 25% അധിക തീരുവയും പിൻവലിക്കപ്പെടുമെന്നും അനന്തനാഗേശ്വരൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഫെഡ് റിസർവിന്റെ നിരക്ക് കുറയ്ക്കലിൽ നേട്ടമുണ്ടാക്കാൻ ഇന്ത്യൻ വിപണി. ഓഹരി വിപണിക്കൊപ്പം റിയൽ എസ്റ്റേറ്റും ബോണ്ട് മാർക്കറ്റും നേട്ടമുണ്ടാക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു.
25 ബേസിസ് പോയിന്റിന്റെ കുറവ് വരുത്തി എന്നതിനേക്കാൾ ഇന്ത്യക്ക് പ്രതീക്ഷ നൽകിയത് ജെറോം പവലിന്റെ പ്രഖ്യാപനമാണ്. 3 തവണകളിൽ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യതയാണ് പവൽ വ്യക്തമാക്കിയത്. ഇത്തരത്തിൽ ഫെഡ് നിരക്ക് കുറയ്ക്കുമ്പോൾ വായ്പാ പലിശ കുറയും. വിദേശത്തു നിന്ന് വായ്പ എടുക്കുന്ന ഇന്ത്യൻ കമ്പനികൾക്ക് ഇത് വലിയ ആശ്വാസമാണ്. പലിശ ഭാരത്തിന്റെ കുറവ് പണലഭ്യത ഉറപ്പാക്കും. നിരക്ക് കുറയുന്നതിനാൽ അമേരിക്കൻ വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ആവശ്യകത ഉയരും. ഉപഭോഗ ഡിമാൻഡ് ഉയരുന്നതും അമേരിക്കയിലേക്കുള്ള ഇറക്കുമതി ചെലവ് കുറയുന്നതിനാലുമാണിത്. ഇതെല്ലാം രാജ്യത്തെ ഇക്വിറ്റികൾ, ബോണ്ടുകൾ, റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് നേട്ടം നൽകുമെന്നാണ് ആക്സിസ് സെക്യൂരിറ്റീസിലെ രാജേഷ് പാൽവിയ പറഞ്ഞത്. ഓഹരി വിപണിയിലേക്ക് പണമൊഴുക്ക് കൂടും. രൂപ ശക്തിപ്പെടും. ബാങ്കിംഗ്, ഫിനാൻഷ്യൽ സർവീസസ്, ഇൻഷുറൻസ്, IT, മെറ്റൽ, FMCG, റീട്ടെയിൽ, ഡ്യൂറബിൾസ് എന്നിവയുടെ നിരവധി മേഖലകളിലെ ഓഹരികൾക്ക് ഗുണം ചെയ്യുമെന്ന് ട്രേഡ്ജിനിയുടെ CEO ത്രിവേശ് വ്യക്തമാക്കി. ഇന്ത്യ ആഗോള നിക്ഷേപകരെ ആകർഷിക്കുമെന്നാണ് മാസ്റ്റർ ട്രസ്റ്റ് ഗ്രൂപ്പിന്റെ ഡയറക്ടർ പുനീത് സിംഗാനിയ പറഞ്ഞത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇന്ത്യയുമായി ഈ വർഷം തന്നെ വ്യാപാര കരാർ ഉണ്ടാക്കുമെന്ന് യൂറോപ്യൻ യൂണിയൻ. രാജ്യത്തേക്ക് കൂടുതൽ നിക്ഷേപം ഇറക്കും. US ആശ്രിതത്വം കുറയ്ക്കുമെന്നും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ അറിയിച്ചു. റഷ്യയുമായുള്ള സഹകരണം ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാറിന് തടസ്സമാണെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് വോൺ ഇന്ത്യയെ പിന്തുണച്ച് രംഗത്തെത്തിയത്. ഇന്ത്യ EU ബന്ധം ശക്തമാക്കുന്ന നയരേഖയും അവർ പുറത്തിറക്കി. ഇന്ത്യ EU ബന്ധത്തിന് റഷ്യയാണ് തടസ്സമെന്ന് കഴിഞ്ഞ ദിവസം യൂറോപ്യൻ കമ്മീഷൻ വൈസ് പ്രസിഡന്റ് കായ കല്ലസ് ആണ് പറഞ്ഞത്. ബെലോറസിൽ ഈ മാസം റഷ്യ നടത്തിയ സൈനികാഭ്യാസത്തിൽ ഇന്ത്യയും ഇറാനും പങ്കെടുത്തിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു അവരുടെ പ്രസ്താവന. എന്നാൽ ഇതൊന്നുമല്ല EUവിന് വെല്ലുവിളി, USന്റെ താരിഫാണെന്നാണ് വോൺ പറയുന്നത്. അതിനാൽ തന്നെ ഇന്ത്യയുമായുള്ള കരാർ അതിവേഗത്തിൽ നടപ്പാക്കാനാണ് ശ്രമിക്കുന്നത്. ഇന്ത്യ വലിയ വ്യാപാര പങ്കാളിയാണ്. അത് തുടരണം. അതിന് ഈ വർഷം തന്നെ സ്വതന്ത്ര വ്യാപാര കരാറിലെത്തുമെന്നുമാണ് അവർ വ്യക്തമാക്കിയത്. ദക്ഷിണാഫ്രിക്ക, മലേഷ്യ, UAE തുടങ്ങിയ രാജ്യങ്ങളുമായും ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഉഭയകക്ഷി സഹകരണം ശക്തമാക്കി ഇന്ത്യയും UAEയും. സമുദ്ര ബഹിരാകാശ മേഖലകളിൽ നിക്ഷേപവും സഹകരണവും വരുന്നുവെന്ന് പീയൂഷ് ഗോയൽ അറിയിച്ചു. അബുദാബിയിൽ നടന്ന 13ാമത് ഇന്ത്യ UAE നിക്ഷേപ സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷമാണ് ഗോയലിന്റെ പ്രസ്താവന. സമ്മേളനത്തിന്റെ സഹാധ്യക്ഷനായിരുന്നു ഗോയൽ. ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താനും വിവിധ മേഖലകളിലെ സഹകരണം കൂടുതൽ ദൃഢമാക്കാനും ലക്ഷ്യമിട്ടായിരുന്നു സമ്മേളനം. വ്യാപാരം, നിക്ഷേപം, ഊർജം, പ്രതിരോധം, സുരക്ഷ, വ്യോമയാനം, നൂതന സാങ്കേതിക വിദ്യ, സാംസ്കാരിക കൈമാറ്റം എന്നീ വിഷയങ്ങളിലും ചർച്ച നടന്നു. ഇരട്ട നികുതി കരാർ, ഇരു രാജ്യങ്ങളുടെയും കേന്ദ്ര ബാങ്കുകൾ തമ്മിലുള്ള സഹകരണം എന്നിവയും അവലോകനം ചെയ്തുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. മേഖല, രാജ്യാന്തര വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏകോപനം ശക്തിപ്പെടുത്താനും സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിൽ സജീവ പങ്കുവഹിക്കാനും ഇരുപക്ഷവും പ്രതിജ്ഞാബദ്ധമാണെന്ന് യോഗത്തിൽ വ്യക്തമാക്കി. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഉഭയകക്ഷി വ്യാപാരം $100 ബില്യൺ ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ പങ്കാളിത്തത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും ഗോയൽ പറഞ്ഞു. ഇത് വിവിധ മേഖലകളിൽ കൂടുതൽ സഹകരണത്തിന് വഴി തുറക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇനി കേരള വാർത്തകൾ നോക്കാം. കേരള ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പർ ടിക്കറ്റ് വിൽപ്പന 56 ലക്ഷം എണ്ണം കടന്നു. പ്രകാശനം കഴിഞ്ഞ് 50 ദിവസം പിന്നിടുമ്പോഴാണ് ഇത്രയധികം ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞത്. ലോട്ടറി വകുപ്പ് പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 56,67,570 എണ്ണം ടിക്കറ്റുകളാണ് ഇതുവരെ വിറ്റുപോയത്. 10,66,720 എണ്ണം ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞ പാലക്കാടാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത്. ഈ വർഷത്തെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റിന്റെ പ്രകാശനം ജൂലൈ 28-നാണ് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ നിർവഹിച്ചത്. ഒന്നാം സമ്മാനമായി 25 കോടി രൂപയാണ് ഓണം ബമ്പർ ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പിലൂടെ ലഭിക്കുന്നത്. രണ്ടാം സമ്മാനമായി 1 കോടി രൂപ വീതം 20 പേർക്കും, മൂന്നാം സമ്മാനമായി 50 ലക്ഷം വീതം 20 പേർക്കും, നാലാം സമ്മാനമായി 5 ലക്ഷം വീതം 10 പരമ്പരകൾക്കും, അഞ്ചാം സമ്മാനമായി 2 ലക്ഷം വീതം 10 പരമ്പരകൾക്കും നൽകുന്നു എന്നതാണ് തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ മറ്റൊരു സവിശേഷത. കൂടാതെ 5000 മുതൽ 500 രൂപ വരെ മറ്റ് സമ്മാനങ്ങളുമുണ്ട്. 500 രൂപ ടിക്കറ്റ് വിലയുള്ള ഈ വർഷത്തെ തിരുവോണം ബമ്പർ ഈ മാസം 27-ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ് നറുക്കെടുക്കുക. മൈഫിൻ TV, തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ.
സ്വർണ്ണവിലയിൽ കനത്ത ഇടിവ്. ഗ്രാമിന് 50 രൂപയും പവന് 400 രൂപയുമാണ് കുറഞ്ഞത്. ഇതോടെ ഗ്രാമിന് 10,190 രൂപയായി. പവന് വില 81,520 രൂപയിലും എത്തി. 18 കാരറ്റ് സ്വർണ്ണവിലയിലും കുറവുണ്ടായി. ഗ്രാമിന് 40 രൂപ കുറഞ്ഞ് 8,370 രൂപയായി. വെള്ളി വിലയിലും വ്യത്യാസമുണ്ട്. ഗ്രാമിന് 2 രൂപ കുറഞ്ഞ് 135 രൂപയ്ക്കാണ് വെള്ളി വ്യാപാരം നടക്കുന്നത്. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.